ശബരിമലയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് പരോക്ഷമായി സമ്മതിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. പലതും കലങ്ങി തെളിയാനുണ്ടെന്നും അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പത്മകുമാർ. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിപ്പറഞ്ഞ മന്ത്രി വി എൻ വാസവൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. ശബരിമലയിൽ നാളുകളായി പല ക്രമക്കേടുകളും നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു എ പത്മകുമാറിന്റെ ഇന്നത്തെ പ്രതികരണം. പലതും കലങ്ങിത്തെളിയാനുണ്ടെന്നും അന്വേഷണത്തിൽ പല കാര്യങ്ങളും പുറത്തുവരുമെന്നും പത്മകുമാർ പറഞ്ഞു. 2019 1.5 കിലോ സ്വർണം 50 പവനായി കുറഞ്ഞതിന് മറുപടി പറയേണ്ടത് താനല്ലെന്നും തിരുവാഭരണ കമ്മീഷണറാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന 2 വർഷത്തേക്കല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വരുന്നത്. അപ്പോൾ എൻ്റെ കാലത്ത് ഞാൻ കൊടുക്കാനുള്ള ഉത്തരവ് വളരെ കൃത്യമായി കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവാഭരണം കമ്മീഷണറെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തി അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവർ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരും. അത്രയേ ഉള്ളൂ. വിജയ് മല്യ സ്വർണം സമർപ്പിച്ചെങ്കിലും അത് സ്ഥാപിക്കാൻ ഏർപ്പെടുത്തിയ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും സംശയിക്കണമെന്നും പത്മകുമാർ ആരോപിച്ചു. ചുമതലപ്പെടുത്തിയ അന്ന് സ്വർണ്ണപ്പാളി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചുമതലപ്പെടുത്തിയവർ ഇപ്പോൾ കിലോ കണക്കിന് സ്വർണത്തിൻ്റെയൊക്കെ കണക്ക് പറയുകയാണ്. അതും പരിശോധിക്കട്ടെ. അന്നത്തെ കാലത്ത് ചെയ്തിട്ടുള്ളവരും ചെയ്യിച്ചിട്ടുള്ളവരുമെല്ലാം ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ ഇപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പീഠത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ പീഠത്തിൻ്റെ കാര്യം പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് ദൈവതുല്യനായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും വിജയമല്യയുടെ ജോലിക്കാരാണ് ദൈവതുല്യർ. ഇതെല്ലാം തെളിയണം. അത് 98 96 ഏത് കാലം മുതലാണോ അവിടെ പ്രശ്നങ്ങളുള്ളത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടുകൂടി തന്നെ അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിപ്പറഞ്ഞ ദേവസ്വം മന്ത്രി വി എൻ വാസവനൊപ്പം പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. പോറ്റിയുമായി മന്ത്രിക്കുൾപ്പെടെ അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രങ്ങൾ. ജനം, പത്തനംതിട്ട.